സൺഡേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കുമല്ലോ. ഒന്നാമത് ഫുഡൊക്കെ കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണ സമയമായിരിക്കും. അപ്പം മക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞിന്ന് ഉമ്മി വിശക്കണമെന്ന്. ഞാൻ പറഞ്ഞേ ഉമ്മയ്ക്ക് വയ്യ, എന്നെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. പാവോട്ടാ. എൻ്റെ മക്കളും ഇക്കാക്കാടും മോനും വീട്ടിലുണ്ട്. ഇവർ മൂന്നുപേരും എന്നെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കാമല്ലോ. അതുകൊണ്ട് അതൊക്കെ മിസ്സായിപ്പോയി. ഞങ്ങളപ്പോൾ ഒരു ചപ്പാത്തി ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ മക്കളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കുന്നത് വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കും. അത് വെച്ച് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് വേഗം എടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഇത് ഞാൻ കറിയിൽ നിന്ന് എടുത്ത കുറച്ച് ചിക്കനാണ് കേട്ടോ. അതിന് തികഞ്ഞില്ലെങ്കിലാന്ന് ഓർത്തിട്ട് ആച്ചുക്കളി അടുത്തിരുന്നിട്ടുണ്ടല്ല ഈ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ്റെ മസാലയൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കില്ല. ഇപ്പോഴിങ്ങനെയാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ ചീത്ത പറഞ്ഞ് മാറ്റി നിർത്തും, പിന്നെയും വരും. ഇതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 2 ചിക്കനും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്നു ഉമ്മീ കഴിഞ്ഞില്ലേ ആയില്ലേ വിശക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുക, ഇങ്ങനെ തിരക്ക് പിടിച്ചത് ആവാൻ വേണ്ടി വൈകൂട്ടാന്ന് പറയും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് പിന്നെ വരില്ല. എന്നിട്ട് പിന്നെ അങ്ങോട്ട് സ്പീഡപ്പ് ആക്കിയിട്ടാ. ഇത് ഞാൻ ചപ്പാത്തിയിൽ കുറച്ച് ചിക്കനും വെച്ച് ഫ്രഞ്ച് ഫ്രൈസ് എന്നൊന്നും പറയാൻ പറ്റൂല ഇതിനാ. ഫ്രഞ്ച് ഫ്രൈസ് നോർമലി നല്ല ക്രിസ്പി ആയിരിക്കൂലേ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കണ പോരായ്മകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ മക്കളതിൽ ഓക്കെയാണ് കേട്ടോ. പിന്നെ വിശന്ന് കഴിഞ്ഞാൽ ഒട്ടും ക്ഷമയില്ല. എൻ്റെ പുറകെ നടക്കണോണ്ട് ആദ്യത്തെ റാപ്പ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഒരു ഗുണ്ടു പോലെ ഇരുന്ന്. പിന്നെ എല്ലാം അങ്ങനെയാണല്ലോ, ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ പോരായ്മകളൊക്കെ മാറ്റിയിട്ട് ഓക്കെ ആക്കുമല്ലോ. പിന്നെ അങ്ങോട്ടേക്ക് റാപ്പ് ചെയ്തപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടാ. അത്യാവശ്യം നമുക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാനുള്ളൊരു പരിവമൊക്കെ അവർക്കുള്ളതായപ്പോഴുള്ള സന്തോഷം കണ്ട എൻ്റെ റബ്ബേ ഇപ്പം അങ്ങനെ ഹാപ്പിയായി. പിന്നെ ഞാൻ കൈ കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ തട്ടിയിട്ടിട്ടാണ് എല്ലാം ഓടിയത്.